ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കോഴി കട്ടവൻ്റെ തലേ പപ്പ്, കോഴി കട്ടവൻ്റെ തലേ പപ്പ് വരും. അതിനകത്ത് പിന്നെ പറയാം. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞാൽ ഒരു CRT-TV പിക്ചർ ട്യൂബ് മാറാൻ പോവാം. ഇതുവരെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടില്ല. പണ്ടത്തെ ചാനലിലുണ്ടായിരുന്നു. പുതിയ ചാനലിൽ ഇടാത്ത ഒരു സാധനമാണ് CRT-TV പിക്ചർ ട്യൂബ് മാറാൻ പോകുന്നത്. എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ബോർഡ് കംപ്ലീറ്റ് പോയൊരു സെറ്റാണ്. എൻ്റെ ട്യൂബ് നല്ല ട്യൂബാണ്, ജപ്പാൻ ട്യൂബാണ്. അതിന് ഞാൻ വേറൊരു കവറിലേക്ക് പുതിയ ബോർഡും വെച്ച് റീസ്റ്റോർ ചെയ്യാൻ പോവാം, അല്ല വെടിക്കെട്ട് TV ആക്കാൻ പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ട്യൂബ് അഴിക്കാൻ പോവാണ്. അപ്പം ഇത് ട്യൂബ് അഴിക്കാനുള്ള ഒരു പണ്ട് തൊട്ട് നമ്മൾ ട്യൂബ് അഴിക്കുന്ന നമ്മുടെ ഒരു സ്റ്റൂളുണ്ട്. ആ സ്റ്റൂളിലോട്ട് തന്നെയാണ് ഞാനിത് വെക്കാൻ പോകുന്നത്. അതിൽ ഞാനൊരു തുണിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ട്യൂബ് അഴിച്ചിട്ട് ഇത് താഴോട്ട് തള്ളിവിടാം. അങ്ങനെയാണ് ട്യൂബ് അഴിക്കുന്നത്. അപ്പോൾ ഒരു ഏറ്റവും വലിയ സ്ക്രൂ ഡ്രൈവർ ഇങ്ങെടുത്തു. ഇതല്ല സെറ്റാ, ഇത് കറക്റ്റാണ്. 4 സ്ക്രൂ ഉള്ളൂ ഇതിന്. സ്ക്രൂ നമ്പർ 1. ഈ സ്ക്രൂവിൻ്റെ വലിപ്പം കണ്ടല്ലോ, ഇതാണ് സ്ക്രൂ 1. സ്ക്രൂ നമ്പർ 2. പഴയ വീടൊക്കെ മാറ്റി പുതിയ വീട്ടിലേക്ക് ഗൃഹപ്രവേശനം ചെയ്യാൻ പോവുകയാണ് ഈ TV പിക്ചർ ട്യൂബ്. ജപ്പാനിൽ ഭൂജാതനായി ഇന്ത്യ എന്ന് വന്ന മഹാരാജ്യത്ത് വന്ന് കേരളം എന്ന് പറഞ്ഞ കൊച്ചി സംസ്ഥാനത്തിൽ ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ അവൻ്റെ സേവനങ്ങൾ അനുഷ്ഠിച്ച് അവൻ്റെ ബോർഡെല്ലാം മരണപ്പെട്ട് വർഷങ്ങളത്തെ സേവനം കൊണ്ട് എങ്കിലും അവൻ്റെ കിഡ്നി, തലച്ചോറ്, പിന്നെ നമ്മൾ അടിച്ചു മാറ്റുന്ന സാധനം എന്നാ, കിഡ്നി അടിച്ചു മാറ്റും, തലച്ചോറെടുക്കും, ഹൃദയം, ലിവർ, അങ്ങനെ ഉള്ള പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം നല്ലതായിട്ടിരിക്കുന്നു. ജപ്പാൻ നിർമ്മിതമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതിന് നമ്മൾ സ്ക്രൂ എല്ലാം അഴിച്ച് അതിൻ്റെ ഇതെല്ലാം കൂടെ മാറ്റി ഇവിടെ അഴിച്ചെടുക്കാൻ പോവാം. അത്രേ ഉള്ളൂ സംഭവം. കൂട് വിട്ട് കൂട് മാറി, ആത്മാവ് പോയി. നമ്മൾ വല്ല തമാശയും പറയും. കുറേ കുരങ്ങന്മാർ വൈകുന്നേരം കള്ളു അടിച്ചേച്ച് വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങാത്തൊലിയാണെന്ന് പറയും. അവനോടൊന്നും മറുപടി പറയാൻ എനിക്കില്ല. അവനൊന്നും നമുക്ക് പറ്റിയ ഒരു ഇരയേ അല്ല. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ട്യൂബ് മാറ്റി. ഈ ട്യൂബിനെ എങ്ങനെ ഞാൻ ആ ഹനുമാൻ ചുവന്ന് നിൽക്കുന്ന പോലെ ഒന്ന് നിൽക്കണേ. ഇത് മെയ്ഡ് ഇൻ ജപ്പാൻ TV, മെയ്ഡ് ഇൻ ജപ്പാൻ. ഇത് കണ്ടോ, സീരിയൽ നമ്പരൊക്കെ ആരോ കുത്തിപ്പറിച്ച് കളഞ്ഞു. മെയ്ഡ് ഇൻ ജപ്പാൻ. ഇത് പണ്ട് വിദേശത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. കൊണ്ടുവരുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നെന്ന് അറിയാതിരിക്കാൻ വേണ്ടി എല്ലാവരും സീരിയൽ നമ്പർ ഇങ്ങനെ മായ്ച്ച് കളയും. പക്ഷേ മെയ്ഡ് ഇൻ ജപ്പാൻ ഇവിടെ കിടപ്പുണ്ട്. KV 2199 XFJ. എന്ന് പറഞ്ഞാൽ ജപ്പാൻ എന്നർത്ഥം. ജപ്പാൻ വരുന്നതെല്ലാം MF1 ഇന്ത്യ, അങ്ങനെ ഓരോ ഉണ്ട്. MF1 എന്ന് എഴുതിയാൽ ഇന്ത്യ എന്നാണ്, എന്ന് എഴുതിയ ജപ്പാൻ എന്നാണ്. അപ്പം ജപ്പാൻ സെറ്റാണ് ഇത്. കുറേ പഴക്കങ്ങൾ കാരണം ഇതിൻ്റെ ബോർഡും എല്ലാം കംപ്ലൈൻ്റ് ആയതാണ്. ഇത് സ്കൂറിനാലും ഈ കണ്ടീഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ബോർഡ് ഞാൻ നോക്കി. നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റാത്ത വിധം വളരെ മോശമായ രീതിയിൽ വർഷങ്ങൾ കൊണ്ടാണ്. എത്ര വർഷം പഴയ 10-25 വർഷം പഴക്കമുള്ള ആദ്യത്തെ മെഗാ TV ആയത്. ഇപ്പം ഇത് കൂട്ട് അഡീഷണൽ ബോർഡും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ റിപ്പയർ ചെയ്ത് എടുക്കാൻ മെനക്കെടുന്ന സമയത്തിന് നല്ല പുതിയ ടൈപ്പ് ബോർഡ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്കൊരെണ്ണം അങ്ങ് കയറ്റാം. പുതിയ ടൈപ്പ് കയറ്റുമ്പോൾ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതി.
അത്രേ ഉള്ളൂ. നമ്മളൊരു പ്രായമായി കഴിയുമ്പോൾ വൃക്കയൊക്കെ അടിച്ചു പോയി കഴിയുമ്പോൾ വൃക്ക മാറ്റി വെക്കും, ഹാർട്ട് മാറ്റി വെക്കും എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ബോഡി ഞാൻ മാറ്റി വെക്കുകയാണ്. എല്ലാ ബോർഡും മാറ്റുക എന്നൊന്നും പറയരുത്. കാരണം ബോർഡ് മാറ്റേണ്ടത് ബോർഡ് മാറ്റുക തന്നെ ചെയ്യണം. ബോർഡ് നമ്മുടെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടാണ് നമുക്കത് മാറ്റാൻ പറ്റുന്നത്. ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ മെനക്കെടുന്ന സമയവും കഷ്ടപ്പാടും വെച്ച് നോക്കുമ്പോൾ ബോർഡ് മാറുന്നത് കൊണ്ട് പല ഗുണങ്ങളുണ്ട്. കാരണം ഈ സെറ്റ് പിന്നെ ആ കംപ്ലൈൻറ്റ് റിപ്പീറ്റ് ആകില്ല ഒന്നത്. പിന്നെ പുതിയ ടൈപ്പ് ബോർഡാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ടെക്നോളജി കുറച്ചുകൂടെ പുതിയതാണ്. നമുക്കിപ്പോൾ പുതിയ ബോർഡിന് ആവശ്യമുള്ള ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ സാധനം മാത്രമാണ്. ഇത് നമുക്ക് പുതിയ ബോർഡിന് ആവശ്യമാണ്. ഇത് ഈ ട്യൂബിന് എക്സ്ട്രാ ഇതുണ്ട്, ഫോക്കസിൻ്റെയൊക്കെ കത്തി മൊത്തം പോയതാണ്. ഈ സാധനം നമുക്ക് പുതിയ സെറ്റിന് ഇല്ല. പുതിയ സെറ്റിന് ഈ കൺട്രോള് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ട്യൂബിനകത്താണ്. പഴയ ട്യൂബിന് അത് പുറത്താണ്. ഇതുണ്ട്, ഇതെല്ലാം ഇവിടെ എല്ലാം തുരുമ്പായി. അപ്പോൾ അതിനെ മാത്രമേ നമ്മൾ പഴയ ബോഡിയിൽ നിന്ന് ഇനി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല. ബാക്കിയെല്ലാം നമുക്ക് ഇതിലുണ്ട്. ഇതിപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഇത് ഊരിയെടുക്കണം. അത് കറങ്ങിയെടുത്താൽ വരും കുഴപ്പമില്ല. അല്ല പിന്നെ അയണ് എടുത്ത് ഈ ബേസ് അഴിച്ചെടുത്തിട്ട്, പക്ഷേ ഈ ബേസ് എടുത്തിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഈ ബേസ് മുഴുവൻ ക്ലാവ് കയറിയ ബേസാണ്. തോന്നും. നമുക്കിതിന് കാലുണ്ട്, ഇവിടെ 2-3 കാലുണ്ട്. ചൂടായി വരുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ പഴയ അയൺ പോയതല്ലേ? ആ സോക്കറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. ചൂടായി വരട്ടെ. വേണ്ട, ആകുന്നുണ്ട്, ആയിക്കോളൂ. ഇതിപ്പോ എത്ര വർഷം പഴയ സെറ്റാ? ഒരു 25 വർഷം. 25 വർഷം ഏതാ അല്ലേ? ഇത് കുറെ ഇടിയും അതും ഇതൊക്കെ പിടിച്ചിട്ടുള്ളതാണ്. കണ്ടില്ല, ഇതിന്റെ പല പ്രാവശ്യം സർവീസ് ചെയ്തതാണ്. പൊട്ടിത്തെറിച്ചും എല്ലാം ഉണ്ട്. കപ്പാസിറ്റർ എല്ലാം പൊട്ടിത്തെറിച്ച് പോയതാ. ഇതായിരുന്നു ടെക്നോളജി. പിന്നെ LOTയുടെ ഇതൊക്കെ ഉണ്ട്. LOTയുടെ കപ്പും എല്ലാം ഫ്ലെക്സും എല്ലാം ഇട്ട്. പിന്നെ ഇതിൻ്റെ നമ്മളിത് പണിതെടുത്ത് എത്ര ഇതായിട്ട് കൊടുത്താലും, പൊന്നുങ്കട്ടയാക്കി കൊടുത്താലും, ഇത് കസ്റ്റമർക്ക് എന്നും ഒരു തലവേദനയായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ ട്യൂബ് നല്ലതാണെങ്കിൽ ഒരു നല്ല കവറിലേക്ക് മാറ്റിയാലോ എന്ന് വരെ ഞാൻ ആലോചിക്കുക. പുതിയൊരു കവറിലേക്ക് ട്യൂബ് എടുത്ത് വെച്ചാൽ നല്ല സൂപ്പറായിട്ടിരിക്കും. ഈ കവർ തന്നെ വേണമെന്നില്ല. ഈ കവർ ഒരു സുഖമില്ലാത്ത കവറാണ്. ഇതിന്റെ സ്പീക്കറൊക്കെ മാറിയതാണ്. സ്പീക്കർ ലോക്കലായിരിക്കുന്നത്. സാരമില്ല, സൗണ്ട് കിട്ടും. അത് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഇതിലോട്ട് നമ്മളൊന്ന് വെച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. ഈ ബോർഡ് ചേട്ടാ ഇവിടെ വേണ്ട, അത് മാറ്റിക്കോ, അപ്പുറം കൊണ്ട് കിട്ടോ. ഈ ബോർഡ് നമുക്ക് വേണം. ഇത് നമുക്ക് ആ സാധനം എടുക്കണം.
നമുക്ക് ആവശ്യമുള്ള ഒരു ഇന്ന് ഇച്ചിരി ഓൾട്ടേ കുറവാണ്, ഒരു ചൂടാഴ്ച അത് കുറവാണ്. അവിടെ നിന്ന് മാറ്റി ഒന്ന് കുത്തിക്കേ. അത് തന്നെ വേണമെന്നില്ല, അതും പോയതാണോ എന്ന് ആർക്കറിയാം. എക്സ്റ്റൻഷൻ പിന്നെ അതുകൊണ്ടല്ല ഇത് ഈ ലെഡൊക്കെ വേറെ ചെയ്തിട്ടുണ്ട്. അത് ഈ നമുക്ക് ഈ കുറഞ്ഞ ലെഡ് വരുമ്പോൾ ഇങ്ങനെ ഉരുകി വരാൻ താമസമുള്ള ലെൻസ്. ഇതാണ് നമ്മുടെ സാധനം. ഇത് ഈ കിറ്റയിൽ ഇത് നല്ല ഫ്രഷ് കിറ്റാണ്. ഈ കിറ്റയിൽ കയറ്റാൻ അവിടെ സ്ഥലം കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഈ കമ്പനി അത് ഇത് കൂട്ട് ട്യൂബേ കയറ്റണമെങ്കിൽ കയറ്റാൻ എൻ്റെ പോയി ഒന്നെടുക്കണം. ഇപ്പം കൊണ്ട് ആ ബോർഡിങ് എടുത്തോണ്ട് വരാം ചേട്ടാ. ഒരു കവറ് മാറണം. വെർട്ടിക്കലൈസ് പോലും ഇല്ല അല്ലേ? ആ ഇത് കണ്ട, ഇതാണ് നമ്മുടെ CRTയുടെ വോൾട്ടേജ്, ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന സ്ഥലം. LOTയുടെ കപ്പ് കൊണ്ടുവന്ന് ഇവിടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അവിടെ എല്ലാം തുരുമ്പായിട്ടുണ്ട്. നമ്മളതെല്ലാം തുരുമ്പെല്ലാം ചിരണ്ടി എടുക്കുവാണ്. നമ്മൾ ആദ്യം ഒരു ബോർഡ് ഇതേ കയറ്റി നോക്കാൻ പോവാണ്. അതിൻ്റെ ട്യൂബ് നല്ലതാണെങ്കിൽ നമുക്ക് വേറൊരു കേസിലോട്ടോ എല്ലാം കയറ്റി നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ നടക്കും. നമുക്കിവിടെ കേസ് ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ കസ്റ്റമർക്ക് ഈ TV നന്നാക്കി എടുക്കണമെന്നൊരു ആഗ്രഹം മറ്റൊന്നും കൊണ്ടല്ല. LCD TV മേടിച്ച് കാശ് കണ്ടവനും പോയതുകൊണ്ടുള്ള ഒരു ആഗ്രഹം എന്നുള്ളൂ. വേസ്റ്റ് കഴിഞ്ഞെടുത്തും നല്ല വേസ്റ്റ് എടുത്തോ, ഇല്ലെങ്കിൽ പോയി മേടിക്കണം. ഇച്ചിരി മതി, ഒരു കുഞ്ഞു കഷ്ണം ഇത് മതി. നമ്മളവിടെ ക്ലീൻ ചെയ്യുവാണ്. തുരുമ്പെല്ലാം പോകാൻ വേണ്ടി ക്ലീൻ ചെയ്തെടുക്കുവാണ്. ഇന്നും എൻ്റെ ഷർട്ട് മുഴുവൻ കരിയാവും തോന്നുന്നു. മൊത്തം കരിയാണ്. ഇതിൻ്റെ അകത്തുള്ള തുരുമ്പോ പൊടിയോ
മണ്ണോ ഒന്നും പാടില്ല, എല്ലാം തുടച്ചെടുക്കണം. മതി. ഇനിയിപ്പോൾ വെളുത്ത ഒരു ഇത് കളഞ്ഞേരെ. വെളുത്ത പുതിയതൊരെണ്ണം പുതിയ അത്ര ഒന്നും വേണ്ടെന്ന്. ഒരു കുഞ്ഞ് ഇത് ചുമ്മാ ഇട്ടൊന്നല്ല, ഇതിന് 100 രൂപ അതിന് ഒരു കിലോയ്ക്ക് വില. നമുക്കത് ക്ലീൻ ചെയ്യുമ്പോൾ പല പല പർപ്പസായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരിച്ച് തന്നാൽ മതി. അപ്പോൾ കറക്റ്റായി. പിന്നെ നമ്മൾ ഈ പഴയ മോഡലിന് വേണ്ടി പിടിപ്പിക്കാനുള്ള ഒരു സാധനം എടുത്തായിരുന്നു, അതൊന്ന് പിടിപ്പിച്ചേക്കാം. അത് ഇപ്പം പിടിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ട്യൂബ് നല്ലതാണോ എന്ന് നോക്കിയിട്ട് പിടിപ്പിച്ചാൽ മതി. അത് കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ട്യൂബ് അടിച്ചു പോയതാണോ, മാർക്കിംഗ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. ആദ്യം നമുക്ക് കപ്പ് കൊടുക്കാം. കപ്പ് ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. ആ വേസ്റ്റ് മുമ്പത്തെ വേസ്റ്റ് തന്നെ ചെയ്യുന്നത്, നനഞ്ഞത്. ഞാൻ ഉപയോഗിച്ചത് തിന്നറാണ്, സ്പെയർ പെയിൻറ്റിന് ഉപയോഗിക്കുന്ന ഷെർലാക്കിൻ്റെ തിന്നറാണ്. പക്ഷേ അത് പ്ലാസ്റ്റിക്കിലൊന്നും ചെയ്യരുത്, കൂടുതൽ റബ്ബറിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും കുഴപ്പമില്ല. ഈ കാർബൺ പോണേൽ അത് തന്നെ വേണം. തുടച്ച് വൃത്തിയാക്കിയെല്ലാം എടുക്കണം. ഇതൊക്കെ ഒരു കാലത്തല്ല ഇപ്പോഴും നല്ല ടി വികൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആ പിടിപ്പിക്കണമെന്ന് പറഞ്ഞ സാധനം ഇതാണ്. അത് പിന്നെ പിടിപ്പിച്ചാൽ മതി, ഒന്നും പ്ലാൻ ചെയ്തില്ല. ഇപ്പം യോക്ക് കൊടുത്തു, എർത്ത് കൊടുത്തു, കപ്പ് കൊടുത്തു, ഇനി CRT കൊടുക്കുവാണ്. നെക്ക് കൊടുത്തു, യോക്ക് കൊടുത്തു. ഇനി PTC കൊടുക്കാനുള്ളത്, കാരണം ഇത്രയും നാളായിട്ട് ഓണായിരുന്നതുകൊണ്ട് PTC ഉറപ്പായിട്ടും കൊടുക്കണം. അപ്പോൾ PTC കൊടുക്കാൻ ഇച്ചിരി പ്രശ്നമുണ്ട്. പിന്നെ വ്യത്യാസമുണ്ട്, ഓരോ മോഡലനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ കയറുമോ നോക്കട്ടെ, ഏതെങ്കിലും തുളയിൽ. ഇല്ല, കയറിയല്ല. സോക്കറ്റ് മാറ്റമാണ്. ഞാൻ വേറൊരു പരിപാടി ചെയ്യാൻ പോവാം. ഒരു സ്ക്രൂ ഡ്രൈവർ ഞാൻ കേട്ടോ. ഇതെല്ലാം ഒന്ന് ഓക്കെ. വീഡിയോ വന്ന് ജനിച്ച് പടവും കൂടെ നോക്കാം. DVD എടുത്ത് പടം ഇട്ടെ. ആ കളർ പാച്ച് കിടക്കുന്ന PTC കൊടുക്കാത്തതുകൊണ്ടാണ്. കുത്തിക്ക്.
പ്ലേ ചെയ്ത് കറണ്ട് കുത്തിയ പ്ലേ ആവും. ആദ്യം പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ആയി കഴിയുമ്പോൾ റീഡാവും. നല്ല കളർ പാസ് ഉണ്ട്. ഇത് താര ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ട്യൂബിൽ. പടമൊക്കെ നല്ല ഡീസൻ്റ് പടമാണ്. പക്ഷേ തിരിച്ചു കൊടുത്താലേ കറക്റ്റ് അറിയത്തുള്ളൂ. കൊടുക്കാൻ ഒരു വഴിയുണ്ട്. ആ കട്ടറിങ്ങിത് ഇത്. അപ്പോൾ ഇങ്ങോട്ട് ഇത് വെക്കാം അക്കാലം. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങോട്ട് നിന്നേ. ഈ കവറിലേക്കാണ് ഇവനെ കയറ്റാൻ പോകുന്നത്. കൂടെ ഉള്ള നമ്മളെ ഈ കവറൊക്കെ ട്യൂബൊക്കെ മാറ്റുന്ന സമയത്ത് എടുത്ത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതൊക്കെ ഇന്നലെ നാളെ ആവശ്യം വരുമെന്ന് എനിക്കറിയാം. ഇതൊക്കെ ആക്രിയായിട്ട് തട്ടിപ്പൊട്ടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സ്ക്രൂ എല്ലാം ഒന്ന് അഴിച്ച് മാറ്റി അതിൻ്റെ പഴയ സ്റ്റിക്കറൊക്കെ എടുത്ത് കളഞ്ഞ് ഇനി ഇത് കവർ വിരിയാൻ മതി. ഇതാണ് അതിൻ്റെ ഫ്രണ്ട്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഫ്രണ്ട്. സ്ക്രൂ ചെയ്താൽ തന്നെ ഇതിൻ്റെ സ്ക്രൂ ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബുദ്ധിപരമായൊരു നീക്കം. ആ സ്റ്റൂളിഞ്ഞ് വെച്ചു. ഫിനിഷ് ഓഫ് ചെയ്തിട്ടൊക്കെ മാറിക്കും. മാറിക്കും ഇച്ചിരി പുറകോട്ട് മാറിക്കും. സ്റ്റൂളെ വെച്ചു. ഇനി അതേലെ 4 സ്ക്രൂ അഴിച്ചെടുക്കണം. നിർത്തി സ്ക്രൂ ഉണ്ട്, ഓഫ് ചെയ്തു. ആ 4 സ്ക്രൂ ഇനി അഴിച്ചെടുത്തേട്ടാ. ഓരോ കവറിനും ഓരോ സൈസ് സ്ക്രൂ അല്ലേ? സ്ക്രൂ ആണ്. അതുകൊണ്ട് ഞാനത് വെച്ചത്. അപ്പോൾ സെറ്റിങ്സ് ഇനി ശരിയാതെ വരുമോ എന്നുള്ളത് നോക്കണം. സ്ക്രൂ ഒരെണ്ണം വെച്ചു. സ്ക്രൂവിൻ്റെ നേരെ വന്നോ? വരില്ല. വരച്ചിട്ട് വെക്കാം. ഒരെണ്ണം വെച്ചോ. ഈ സൈഡ് വന്നോ? വിട്ടോ. ഈ സൈഡ് ഇത് ഇവിടെ വെക്കാം. ഈ കവറെ കൊള്ളിക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. അടുപ്പിച്ചാലേ നിലം കിട്ടുള്ളൂ. പിന്നെ മാറിക്ക്. പറ്റിയാൽ നമ്മൾ വേറെ കവറൊക്കെ മറ്റേ പഴയ കവറിൽ തന്നെ ചെയ്യും. ഇനി വേണോ എൻസി കിട്ടിയില്ല വീഡിയോ. ഇത് ഡീഗോസിംഗ് ഓയിലാണ്. ഡീഗോസിംഗ് ഓയിൽ അതിനൊരു കൊളുത്തുണ്ട്. ആ കൊളുത്തിനകത്ത് കയറ്റിയിട്ടു. പിന്നെ ഈ സൈഡിലും അതുപോലെ തന്നെ കൊളുത്തുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു കൊളുത്ത് കണ്ടോ? ഈ കൊളുത്തിനകത്ത് ഇങ്ങനെ കയറ്റണം, കയറ്റിയിടണം.
അതുപോലെ ആ സൈഡിലും ഉണ്ട് കൊളുത്ത്, 4 സൈഡിലും ഉണ്ട് കൊളുത്ത്. ഈ സൈഡിലെ കൊളുത്തിനകത്തോട്ട് ഈ കൊയിൽ കയറ്റണം. വീണു. അപ്പോൾ 4 വീണു. ട്യൂബ് സെറ്റായി, 2 സ്ക്രൂ ഇട്ടു. എപ്പോഴും കവർ അഴിച്ച് ആരെങ്കിലും സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതിൻ്റെ സ്ക്രൂവും കൂടെ അതിൻ്റെ കൂടെ എടുത്ത് വെച്ചേക്കണം. ഞാനത് കണക്ക് കൂട്ടി ഞാൻ എടുത്ത് വെച്ചതാണെന്ന്. നമ്മൾ ട്യൂബ് പോയത് ഊരി കളഞ്ഞിട്ട്, പൊട്ടിപ്പോയതൊക്കെ ഊരി കളഞ്ഞിട്ട് കവറെടുത്ത് സൂക്ഷിച്ച് വെക്കുമ്പോൾ ഈ സ്ക്രൂവും കൂടെ വെക്കണം. നമ്മളിപ്പോൾ അഴിച്ച സ്ക്രൂ ഇഞ്ഞ് കാണിച്ചേ, അത് ആ കവറിന് ചേരുന്നതാണ്, അത് വ്യത്യാസമുണ്ട്. വേണ്ട, ആ സ്ക്രൂ കാണിച്ചേ, ചെറുതല്ലേ. വേണേ ഒപ്പിക്കാം. അല്ല, നീളം കുറവാണ്. ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കി. ഇതാണ് നീളം കുറവാണ്. നീളം കുറവാണ് ഇത്. അപ്പോൾ ഈ 4 സ്ക്രൂ ആ കവറയിലോട്ട് മുറിക്കാൻ കേട്ടോ. നല്ല ടൈറ്റ് ചെയ്യുക. മറ്റേ മെറ്റൽ ബോഡിയാണ് ആ പഴയ കവറ്. അതുകൊണ്ട് ഷോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന സാധനമാണ് എർത്ത്. നമുക്ക് ഇതിനെ സംബന്ധിച്ച് ഇതിനാവശ്യമില്ല, ഇത് പ്ലാസ്റ്റിക് ബോഡിയാണ്. മനസ്സിലായില്ലേ? ഞാനത് കണ്ടിച്ച് കളയുന്നില്ല, അവിടെ തന്നെ വെച്ചേക്കാം. മെറ്റൽ ബോഡി ആയതുകൊണ്ട് ഷോക്ക് അടിക്കാതിരിക്കാൻ എർത്ത് ചെയ്തിരുന്നതാണ് കമ്പനി ബുദ്ധിപരമായിട്ട്. ബോഡിയായിട്ട് 2 സൈഡിലെ സ്പീക്കറിൻ്റെ അവിടെ മെറ്റലാണേ. ഇപ്പോൾ വരുന്ന പുതിയതെല്ലാം ഫൈബറാണ്. അതുകൊണ്ട് അങ്ങനെ ഷോക്കൊന്നും വരികയില്ല പുറത്തേക്ക്. അപ്പോൾ വെച്ചിരുന്ന ഒരെർത്താണിത്. അതവിടെ ഇരുന്നോട്ട് നമുക്കത് ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ടുള്ള എർത്ത് ഇവിടെയുണ്ട്, യോക്ക് ഇവിടെയുണ്ട്, PTC ഇവിടെയുണ്ട്. ഇത്രയും സംഭവങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. PTC നമുക്ക് ആ സെറ്റിൽ വരുന്ന പഴയ സ്പീക്കറാണ്, അതിവിടെ വെക്കാൻ പറ്റത്തില്ല, അത് വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ സ്പീക്കർ നമ്മൾ വെക്കാൻ പോവാണ്. ഈ ടൈപ്പ് സ്പീക്കറാണ് ഇവിടെ വരുന്നത്. പുതിയ സ്പീക്കർ നമ്മൾ വെക്കാൻ പോവാണ് ഇവിടെ. അത് കറക്റ്റാണ്. ഇത് പുതിയ സ്പീക്കറാണ്, പുതിയത് മേടിച്ചതാണ്. അപ്പം നമ്മളതിൻ്റെ സോൾഡറിങ് അഴിക്കുകയാണ്. പോസിറ്റീവ്, നെഗറ്റീവ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും പോസിറ്റീവ് തന്നെ പോസിറ്റീവ് റെഡി കൊടുക്കുവാണ്. ലെഡ് ഷീറ്റ് പോസിറ്റീവ് കൊടുക്കുവാണ്. പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്. ഒരു സൈഡിലെ സ്പീക്കർ കൊടുത്തു. പിന്നെ അടുത്ത സൈഡിലെ സ്പീക്കർ, അത് നമ്മൾ പുതിയ സ്പീക്കർ തന്നെ എടുക്കുവാണ്. കേട്ടോ, പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്.
പോസിറ്റീവ് നെഗറ്റീവ്. ഈ നമ്മുടെ ഈ ടി വിയുടെ കണ്ണ് പോയിട്ടുണ്ടോ എന്ന് അറിയാൻ, 3 കണ്ണും വർക്കിംഗ് ആണെന്ന് അറിയാൻ ചുമ്മാ കണ്ണ് വെച്ച് നോക്കിയാൽ മതി. 3 കണ്ണു പോയതാണെന്ന് അറിയാൻ പറ്റും. അതിന് ചാർജിങ്ങോ വേറെ എർത്തിങ്ങോ ഷോർട്ടിങ്ങോ പരിപാടിയൊന്നും ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഈ അറ്റവും മുറിയും വീഡിയോ കണ്ടിട്ട് ഓരോ കമൻ്റ് ഇടുന്നുണ്ട് ചിലവർ. 3 കണ്ണ് പോയതാണെന്ന് അറിയണമെങ്കിൽ 3 കണ്ണ് വെച്ച് നോക്കിയാൽ മതി. നല്ല നേരത്തെ കഴിഞ്ഞാൽ 3 കണ്ണും കത്തുന്നതാണ്. ഒരാളൊരു കമൻ്റ് ഇട്ടിരിക്കുന്നുണ്ട്, ഭയങ്കര പുള്ളിയാണ്. അപ്ട്രോണിൻ്റെ സർവീസ് സെൻറ്റർ, അപ്ട്രോൺ അല്ല വീഡിയോകോണോ, അപ്ട്രോണൊക്കെ. അപ്ട്രോണിൻ്റെ 2 വെച്ച് ആ 2 മുഴുവൻ മുടിഞ്ഞു പോയി, വീഡിയോകോൺ കമ്പനിയും മുടിഞ്ഞു പോയി, അയാൾ രാജ്യം വിട്ടുപോയ കഥയൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ പണിതവൻ എന്തുമാത്രം വിവരമുണ്ടെന്നും അറിയാം. ഓക്കെ, അവനുണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ. അത് മുഴുവൻ കാണാതെ പറഞ്ഞത്. ഞാൻ അവിടെ നോക്കിയത്, ഞാൻ ചാർജിങ് വെച്ച് നോക്കിയെന്ന് വെച്ചാൽ അത് എമിഷൻ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നോക്കിയത്. അല്ല ഗണ്ണ് പോയിട്ടുണ്ടോ എന്നല്ല നോക്കിയത്. ഗണ്ണ് പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്നവർ എർത്ത് ചെയ്യുന്ന പരിപാടിയില്ലേ, ഷോട്ട് ചെയ്യുന്നത്, അത് ഞാൻ ചെയ്യാറില്ല. എന്നാലും അത് ചെയ്താണ് എല്ലാവരും നോക്കുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനറിയാത്ത ഏത് മെക്കാനിക്ക് ഇവിടെ കേരള മലയാളത്തിലുള്ളത്. പിന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളെ ആരെങ്കിലും അറിയത്തില്ലേ ഉള്ളൂ. പഴയ മെക്കാനിക്കുകളെ മുഴുവൻ നമുക്കറിയാം. മരിച്ചുപോയവരാ കൂടുതലും. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിലാണേലും എൻ്റെ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു മെക്കാനിക്ക് പോലും പണി ചെയ്യുന്നില്ല. അപ്പം ഈ അറ്റവും മുറിയും കാണാതെ വീഡിയോ ഫുള്ള് കാണുക. എന്ത് പർപ്പസിലാണ് ഞാനത് ചെയ്തതെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അറിയത്തില്ല, ചുമ്മാ തോന്നിവാസം ആയിട്ടുള്ള വിവരമില്ലാത്ത കമൻറ്റുകൾ ഇടാം. ഞാനിവിടെ പറയുന്നത് അറിയാൻ മേലാത്ത പുതിയതായിട്ട് വളർന്നു വരുന്ന പിള്ളേരെ ഉദ്ദേശിച്ചാണ്. അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം. എന്നെ 100 കണക്കിന് ടെക്നീഷ്യന്മാർ വിളിക്കാറുണ്ട്, എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ എന്നെക്കാളും അറിവുള്ള ഒത്തിരി കമ്പനികളിൽ, ഒരു കമ്പനിയിലും നിൽക്കാതെ, ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ളൂ. അല്ല, ഒത്തിരി കമ്പനികളിൽ ജോലി ചെയ്ത് എന്നെക്കാളും മിടുക്കന്മാരായിട്ട് കുപ്പുലികളുണ്ടല്ലോ, അവരിതൊന്നും കാണണ്ട. കണ്ടോ, പക്ഷെ നിങ്ങൾ ഉൾക്കൊള്ളാൻ എന്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടേ ഉൾക്കൊള്ളുക. അല്ലാതെ പാവം പിള്ളേർ വല്ലതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിന് കയറി വിടങ്ങാതെ ഇടാതിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇന്നലെ വൈകിട്ട് ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് അതും ഇതൊക്കെ പറഞ്ഞു. എനിക്കറിയാം, ആരാന്നും അറിയാം, അവൻ്റെ ഉദ്ദേശം എന്നാന്നും അറിയാം. എടാ, നീ നിൻ്റെ മേഖലയെ നീ ശ്രമിക്കടാ, എന്നെ നീ മര്യാദ പഠിപ്പിക്കാതെ. എന്നെ നീ നന്നാക്കാനോ, ഞാൻ പറയുന്നത് തെറ്റാണോ നീ സ്വീകരിക്കണ്ട. നിനക്കറിയാവുന്ന ശരി നീ ചെയ്തു. നിനക്കും പ്ലാറ്റ്ഫോം കിടപ്പുണ്ട്, നിനക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, നീ ശരിയായ കാര്യങ്ങൾ നിനക്ക് പറയാം. ചെയ്തില്ലേ? നാണമില്ലല്ലോ, നാണം. എന്നിട്ട് മെസ്സേജ് ഇടുക, എന്നിട്ട് മെസ്സേജ് ഡിലീറ്റ് ചെയ്യുക. കഷ്ടം കേട്ടോ. എനിക്ക് വ്യൂവേഴ്സ് കൂടുകയുള്ളൂ, കുറയൊന്നുമില്ല. ഞാൻ നിൽക്കുന്നത് സാധാരണക്കാരായ മെക്കാനിക്കുകൾക്ക്, പുതിയ പരുത്ത് വരുന്ന മെക്കാനിക്കുകളും. പിന്നെ ഇതൊരു ഉപജീവന മാർഗമാണെന്ന് ഒരർത്ഥം പറഞ്ഞു. ഉപജീവന മാർഗമാണ്, കഞ്ഞിക്കകത്ത് പാറ്റരുത്. വല്ലവൻ്റെയും അർഹതയില്ലാത്ത പൈസ മേടിച്ചല്ലടാ ഉപജീവനം നടത്തണ്ട. അന്തസ്സായിട്ട് ജോലി എടുത്ത് നെറ്റിയിലെ വേർപ്പുകൊണ്ട് വേണം അപ്പം കഴിക്കാൻ. അല്ലാതെ നാട്ടുകാരെ ഊമ്പിച്ചിട്ടല്ല ഉപജീവനം നടത്തേണ്ടത്. അങ്ങനെ ഉപജീവനം നടത്തേണ്ട കാര്യം ഞാൻ തുടങ്ങിയപ്പോഴാണ് പറഞ്ഞത്. തലയിൽ പപ്പുണ്ടെന്ന്. ഏതാ കോഴി കട്ടോണ്ട തലയിൽ പപ്പുണ്ടെന്നുള്ള കഥ മോനറിയാവോ? അറിയത്തില്ല, മോൻ വരും മുത്തച്ഛി ഉണ്ടെങ്കിൽ പോയി ചോദിച്ചു നോക്ക്, പറഞ്ഞു തരും. അപ്പം നിൻ്റെ അവസ്ഥ നിനക്ക് എന്നാന്ന് മനസ്സിലാവും. ചെറിയ സ്ക്രൂ ആണ് ഈ സ്പീക്കറിൻ്റെ സൈഡിൽ വരുന്നത്. ആ 4 സ്ക്രൂ. കോർണർ ആദ്യം ഇടാം, അത് കഴിഞ്ഞ് അടുത്ത കോർണർ ഇട്ടാൽ 2 ഇട്ടാലും മതി, പക്ഷെ 4 ഇട്ടാൽ. അവിടെ എത്രണ്ണം കിട്ടി? 2 സ്ക്രൂ കിട്ടിയോ? ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട്, നെഗറ്റീവായിട്ട് എടുക്കുന്നു. അതിനേക്കാളും കൂടുതൽ ആൾക്കാർ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നുണ്ടോ. അതിന് നമുക്ക് ഭയങ്കരധികം സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഈ ചൊറിച്ചിൽ നമുക്കറിയാം.
ഞാൻ നന്നാകുകയില്ല, എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാകുന്നൊരു പാട്ടുണ്ടല്ലോ, അതുപോലെയുള്ള കുറേ ആൾക്കാരുണ്ട്. അവർക്കാണ് ഈ സൂക്കേട്. ഞാനീ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടംപോലെ മനസ്സിലാക്കി മുമ്പോട്ട് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. സത്യവും നീതിയും ധർമ്മമായിട്ട് പോകുന്നവന്മാർ മാത്രമേ വിജയിക്കുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ കള്ളത്തരം ഉടായ്പം കാണിച്ച് നടന്നുകൊണ്ടാണ് നിനക്കൊക്കെ ഇത് ഫീൽ ചെയ്യുന്നത്. ഇത് കാണിക്കാത്ത ആർക്കും ഫീൽ ചെയ്യാറില്ലല്ലോ. എന്തുമാത്രം ടെക്നീഷ്യന്മാർ ഇവിടെ ഉണ്ട്. എന്നെ വിളിച്ച് എത്രയോ ടെക്നീഷ്യന്മാർ അപ്രിസിയേറ്റ് ചെയ്യുന്നു, ഇത് കാര്യങ്ങൾ പറയുന്നു. അപ്പം ആ ചൊറിച്ചിൽ നിർത്തിയിട്ട് നിനക്കൊക്കെ കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ നീയൊക്കെ അങ്ങേ അറ്റത്തെ മുഴുത്ത ആൾക്കാരാണെങ്കിൽ നീ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുക അതിനുള്ള. അപ്പം നമ്മൾ കൂട് വിട്ട് കൂട് മാറി നമ്മൾ പുതിയ ടി വി ആയി. ഇനിയിപ്പോൾ ഞാൻ ട്യൂബ് എടുത്ത് വെച്ചാൽ മതി. ഞാനൊരു ബോർഡ് വെച്ചോട്ടെ. ബോർഡ് വെക്കുന്നതിന് മുമ്പ് ജൻസി ഞാനൊരു സെറ്റ് നന്നാക്കുന്നതിനോ ഒരാൾക്ക് നന്നാക്കാൻ അറിയാൻ മേലാത്തതിനോ ഇന്നും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ആ നന്നാക്കാൻ അറിയാൻ മേലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ സെറ്റ് നമ്മുടെ കിട്ടിയത് അതുപോലെ തിരിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് നശിപ്പിക്കരുത്. മറ്റൊരാളുടെ വിയർപ്പിൻ്റെ ഫലമാണ് അതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറൊരാളെ വിയർപ്പിൻ്റെ ഫലം നമ്മുടെ വിയർപ്പിൻ്റെ ഫലം പോലെയാണ്. അപ്പോഴത് നശിപ്പിക്കാനോ അത് ഇല്ലെന്നാക്കാനോ നമുക്ക് യാതൊരുവിധ അവകാശവും ഇല്ല. ആ ഒരു ധാർമ്മിക ബോധം എല്ലാവർക്കും വരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കേൾക്കാൻ ചെവിയുള്ള കേൾക്കുക, കേൾക്കാൻ ചെവിയില്ലാത്തവൻ കേൾക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനെ അപ്ഗ്രേഡ് ചെയ്തു. ഇവിടെ CRTയുടെ IC ആണ്, ചുമ്മാ ഒന്ന് സോൾവ് ചെയ്ത് വിടുന്നുള്ളൂ. കളറിൻ്റെ IC ആണ്. പണ്ട് നേരത്തെ 3 ട്രാൻസിസ്റ്റർ വെച്ചാണ് ഈ സാധനം ചെയ്തിരുന്നത്. ആ ട്രാൻസിസ്റ്ററിൻ്റെ സ്ഥാനത്ത് ഒറ്റ IC ആക്കി ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കിറ്റ് കയറ്റുവാണ്. കിറ്റ് കയറ്റുന്നു. അതിന് മുമ്പ് അയൺ വെച്ചൊരു ചെറിയ പരിപാടിയുണ്ട്. പിന്നാണ് സോൾവ് ചെയ്ത് വിട്ടേക്കാം. TTC ഇതേ വന്ന പിന്നിനൊരു ചെറിയ മാറ്റം ഉള്ളതുകൊണ്ട് ഇവിടെ കാണും മറ്റേ പിന്നെ അന്വേഷിച്ചാലോ. പക്ഷേ അത് അന്വേഷിച്ച് പോകണ ഇപ്പോൾ സമയമില്ല. തക്കാലം കാര്യങ്ങൾ ആ വയറ് കൂട്ടിക്കിടക്കുന്ന ഞാൻ മാറ്റി വിടും. തക്കാലം ഇതേലോട്ട് ഞാൻ
PTC ഇത് പിന്നെ സ്പീക്കർ ടോപ്പ് ഫ്രണ്ടിലടിക്കുന്ന ഇതാണ് PTC സ്പീക്കർ. സ്പീക്കർ നമ്മൾ കൊടുത്ത അതേ വയറ് അതേ പിന്നെ തന്നെ കറക്റ്റാണ്. അതൊക്കെ സോണി എത്രയോ വർഷം മുമ്പുള്ള ആ സ്റ്റാൻഡേർഡൊന്നും സോണി മാറ്റിയിട്ടില്ല. ഇന്നും അതേ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് സോണി. അതാണ് സോണി. അതാണ് നല്ല കുടുംബത്തിൽ പിറന്നവന് രണ്ടുപേരും നല്ല തന്തയ്ക്ക് പിറക്കണമെന്ന്. അതെ, നല്ല തന്തയ്ക്ക് പിറന്ന കമ്പനിയാണ് സോണി. അവരതിൻ്റെ സ്റ്റാൻഡേർഡും അന്തസ്സും അവരെന്നും കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കൊടുത്ത അവസാനം ഫോക്കസിങ്ങിൻ്റെ ഒരു ഇത് നമ്മളിവിടെ ബേസിലേക്കാണ് നമ്മളത് കൊടുക്കേണ്ടത്. കത്തിക്കാമേ. ഫോക്കസിങ്ങിൻ്റെ ഭാഗമായതുകൊണ്ട് ഡ്യുവൽ ഇൻസുലേഷനാണ്. അപ്പോൾ അത് ചെത്തിയെടുക്കേണ്ടി വരും. മറ്റേ വെച്ചെടുക്കുമ്പോൾ ചിലപ്പോഴേ സ്റ്റിപ്പർ വെക്കുമ്പോൾ ശരിയാകില്ല. കാരണം ഡ്യുവൽ ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവനെ നല്ലപോലെ വടിയാക്കി നമ്മൾ ലെഡ് ചെയ്യണം. എങ്കിലും അതിനകത്തേക്ക് ഇറങ്ങിപ്പോകുള്ളൂ. ചെറിയൊരു ഹോളേ ഉള്ളൂ. ആ ഹോളിലേക്ക് ഇറക്കി വിടുന്ന രീതിയിൽ നമ്മൾ ശരിക്കും ഒന്ന് ലെഡ് ചെയ്തെടുക്കണം. ലെഡ് കട്ടിക്ക് വരരുത്. ഒന്ന് ലെഡ് ചെയ്ത് ഒന്ന് ഫിനിഷ് ചെയ്താൽ കുത്തുന്നു. ഇവിടെയാണ് അത് കുത്തുന്നത്. ഫോക്കസിൻ്റെ തൊട്ടിപ്പുറ ഡ്യുവൽ ഫോക്കസാണിത്. എർത്തിങ്ങാണ്. അതിനകത്തേക്ക് ഇട്ടു. എർത്ത് 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 എവിടെ എർത്ത്. ഇപ്പം അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. എർത്ത് മാറ്റിയെടുക്കണം. എർത്ത് ഇനി കപ്പോടെ ഇടുന്നു. കപ്പ് ഇട്ടു. ഇത് കുത്തി PTC കുത്തി എല്ലാം കുത്തി. റിമോട്ട് പവർ. അപ്പോൾ DVD എടുത്ത് കൊടുത്തേ ഓഡിയോ കിട്ടുമോ നോക്കി. അതെല്ലാം മാറ്റിക്കുക. അത് മറ്റേതിനകത്ത് കൊണ്ട് കിട്ടും. മറ്റേ കവറില്ലേ അതിനകത്ത് കൊണ്ട് കിട്ടുമോ. അത്
ആ ബോർഡ് അത് വരും. ഇതിൽ കൂടുതൽ കാണിച്ചാൽ കോപ്പിറൈറ്റ് അടിക്കും. നമ്മുടെ വീഡിയോയിൽ ഒരു സീഡി ഉണ്ടാക്കി വെക്കണം, എന്നാലേ രക്ഷയുള്ളൂ. കളർ സെറ്റ് ചെയ്യാനേ ഇത് അതിനകത്ത് ഇരിക്കുകയല്ലേ എനിക്ക് കണക്ഷൻ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, ഫൈനൽ സ്റ്റേജിലേക്കായി. കവർ എടുത്തോണ്ട് പോലെ ഏട്ടാ, കവർ ഇട്ടേക്കാം. ഞാൻ മുമ്പ് ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. ഒന്ന് പിടിച്ച് കുത്തിക്കോ. ആ ചെറിയൊരു സ്കൂട്ടർ എടുത്താ. ഒരു പടം ഇട്ടേ ചേട്ടാ, പടം ഒന്ന് കൊടുത്തേ. കളർ സെറ്റിങ്സ് നടത്തുകയാണ്. എണ്ണൂറ് രൂപ. കുഴപ്പമില്ല ഇപ്പോൾ കുഴപ്പമില്ല. വൈറ്റ് അല്ലേ, ഇനി കളർ കൊടുത്താൽ മതി. അപ്പോൾ അടച്ചോ, കവറിങ് എടുത്ത് കേട്ടോ. ഊരിവിട, സപ്ലൈ ഊര. നമുക്കിതിൻ്റെ വയർ ഇതിലായിട്ടുണ്ട്. എന്നിട്ടോട്ടെ, വയറിട്ടു വെച്ചു. ചേർന്നല്ലേ. സ്ക്രൂ വരട്ടെ. തുരുമ്പില്ലാത്ത ഒരു സ്ക്രൂ എടുത്തതിന് ചെറുത്. ഇത് മതിയോ? ആ മതി. പറ്റിയല്ല, വലുത്.
അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ടി വി എടുത്തു കേട്ടാ, ടി വി എടുത്തോ. സതിയുടെ